പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവാം ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞങ്ങൾക്ക് വരുവാനും അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാനും അങ്ങ് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ബലഹീന നടിയനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ കൃപ ചെയ്യണമേ. വചനം കേൾക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആത്മീയ ഉണർവുണ്ടാക്കി ദൈവകൃപയെ വളരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെയും സ്വീകരിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒരുക്കി നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ തൊക്കണം കേൾക്കുന്ന വചനം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാലത്തിലും അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടുവാൻ കൃപ ചെയ്യണമെന്ന് യേശുവിനകത്ത് വീക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 1 രാജാക്കന്മാർ 19-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. 1 Kings chapter 19 verse 9. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, ഏലിയാവേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിച്ചു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ യാത്രയിൽ പലപ്പോഴും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മളുടെ പ്രതികരണം, നമ്മെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെയും നമ്മുടെ പ്രതികരണം പലപ്പോഴും നമ്മെ വഴി നടത്തിയ ദൈവത്തെ മറന്ന് ഒരു അവസ്ഥയിലേക്ക് വരുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകാം. പലപ്പോഴും ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്, ദൈവത്തിൽ ആശ്രയിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിലായിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മളിൽ നിന്ന് ഉയർന്നേക്കാം. ഇവിടെ നാം ഒരു പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് നാം വായിച്ചത്. ഏലിയാവേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? തിരുവചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചു വന്നിരുന്ന പ്രവാചകന്മാർ, ഇസ്രായേൽ ജനതകൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചുകൊണ്ടിരുന്ന പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. ആ പ്രവാചകനോടാണ് ദൈവം ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അതിൻ്റെ സാഹചര്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിനു വേണ്ടി അതിമഹത്തായ കാര്യങ്ങൾ, മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ ദൈവനാമത്തിൽ ചെയ്തവനാണ് ഏലിയ പ്രവാചകൻ. ഇവിടെ നാം 18-ാം അധ്യായം മുതൽ താഴോട്ട് വരുമ്പോൾ ഏലിയാവ് കർമ്മേലിൽ വെച്ച് അന്ന് ഇസ്രായേൽ ജനത ആരാധിച്ചു വന്നിരുന്ന ബാലിൻ അല്ലെങ്കിൽ ബാലിൻ്റേതാകുന്ന പ്രവാചകന്മാരെ, അശേരയുടെ പ്രവാചകന്മാരെയൊക്കെയും വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ വാസ്തവമായും സത്യദൈവം ആരാണ് എന്ന് ഇസ്രായേൽ ജനതയെ മനസ്സിലാക്കുവാൻ തൊക്കവണ്ണം ഒരു വലിയ അവസ്ഥ ഏലിയാവിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് നാം കാണുകയാണ്. 18-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള തിരുവചനത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ ഒബദ്യാവ് ചെന്ന് ആഹാബിനെ കണ്ട് വിവരമറിയിച്ചു. ആഹാബ് ഏലിയാവിനെ കാണുവാൻ പോയി. ആഹാബ് ഏലിയാവിനെ കണ്ടപ്പോൾ അവരോട്, ആരിത് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞു, ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകൾ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇസ്രായേൽ ജനതയോട് കനാനിലേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ ദൈവം വ്യക്തമായിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകിയാണ് അവരെ അയക്കുന്നത്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്, അന്യദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്, അന്യ ജാതികളിൽ നിന്ന് നിങ്ങൾ ഭാര്യമാരെ സ്വീകരിക്കരുത് എന്നൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി കനാൻ ദേശത്തേക്ക് ദൈവം അവരെ അയക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അവർ ഈ സത്യദൈവത്തെ മറന്ന് അന്യദൈവങ്ങളെ, ബാലിനെ
ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ വാസ്തവമായും സത്യദൈവം ആരാണ് എന്ന് അവരെ ബോധ്യമാക്കുവാൻ തക്കവണ്ണം ഏലിയ പ്രവാചകനിലൂടെ ദൈവം വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് നാം വായിക്കുകയാണ്, എന്നാൽ ഇപ്പോൾ ആളയച്ച എല്ലാ ഇസ്രയേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസബലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുക. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രയേൽ മക്കളെയും അടുക്കൽ വിളിച്ച് കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്ത് എന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്ര കാലം 2 തോണികളിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമാകുന്നുവെങ്കിൽ അവനെ അനുഗമിക്കുവിനെന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുവൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളകളെ തരുവിൻ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത കഷ്ണങ്ങളാക്കി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമല്ലുന്ന ദൈവം ആകുന്നു ദൈവം. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഒരു വലിയ വെല്ലുവിളി അവിടെ നടത്തുകയാണ്. ബാലിന്റെ 450 പ്രവാചകന്മാരും അശേരായുടെ 400 പ്രവാചകൻ 850 പ്രവാചകന്മാര് ഒരു വശത്തും സത്യദൈവത്തിന്റെ അല്ലെങ്കിൽ യഹോവയാം ദൈവത്തിന്റെ പ്രവാചകനായി ഏലിയ പ്രവാചകൻ ഏകനായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത് സാക്ഷ്യമാക്കുവാൻ തക്കവണ്ണം ഇസ്രായേൽ ജനതയൊക്കെയും അവിടെ കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ പറഞ്ഞനുസരിച്ച് അപ്രകാരം അത് ചെയ്യുകയാണ്. തുടർന്ന് നാം വായിക്കുമ്പോൾ ബാലിന്റെ പ്രവാചകന്മാരുടെ പ്രാർത്ഥന അവരുടെ ദൈവം അല്ലെങ്കിൽ ബാല് കേൾക്കുന്നില്ല. മറിച്ച് നാം താഴോട്ട് വരുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സന്ധ്യായാഗം അർപ്പിക്കുന്ന സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് ചെന്നു, അബ്രാമിന്റെയും ഇസാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, നീ ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ നിന്റെ ദാസനാണെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരമാണ് ചെയ്തതെന്നും ഇന്ന് വെളിപ്പെടട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. യഹോവേ, നീയാണ് ദൈവമെന്നും നീ അവരുടെ ഹൃദയങ്ങളെ വീണ്ടും നിങ്കലേക്ക് തിരിച്ചുവെന്നും ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് സാഷ്ടാംഗം വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. അന്യദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഇസ്രായേൽ ജനതയെ സത്യദൈവത്തിലേക്ക് മടക്കി വരുത്തുവാൻ തക്കവണ്ണം ഈ ഒരു വലിയ സംഭവം മുഖാന്തരമായി തീരുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. ഏകനായി ഒറ്റയ്ക്ക് നാം ചിന്തിക്കുക, അവിടെയുള്ള രാജ്ഞിയും രാജ്ഞിയുടെ കുടുംബവും ഇസ്രായേൽ ജനതയൊക്കെയും ഈ മറുഭാഗത്താണ്. അവർ ആരാധിക്കുന്ന ബാലിന്റെ പ്രവാചകന്മാരും അശേരയുടെ പ്രവാചകന്മാരായിട്ട് 850 പേരും ഇസ്രായേൽ ജനതയും ഈ രാജ കുടുംബവും ഒരു വശത്ത്. ഏകനായി ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരാൾ മാത്രം, ഏലിയ പ്രവാചകൻ. അങ്ങനെ വെല്ലുവിളിച്ച് ദൈവം തീ ഇറക്കി കർമ്മേലിൽ ആ യാഗത്തെ ദഹിപ്പിക്കുകയാണ്, അഗ്നി കൊണ്ട് ദഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അങ്ങനെ സത്യദൈവം ആരാണെന്ന് ജനതയ്ക്ക് ബോധ്യമാകുന്ന ഒരു വലിയ അത്ഭുതം ഈ പ്രവാചകനിലൂടെ ദൈവം അവിടെ ചെയ്യുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ മുമ്പൊരിക്കലും നാം കേട്ടിട്ടില്ലാത്തതും വായിച്ചിട്ടില്ലാത്തതും സംഭവിച്ചിട്ടില്ലാത്തതുമായ ഒരു വലിയ അത്ഭുതം കർമ്മേൽ ദൈവം ഏലിയ പ്രവാചകനിലൂടെ പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുകയാണ്. തുടർന്ന് താഴോട്ട് നാം വരുമ്പോൾ ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടിക്കൊല്ലുന്നതായിട്ട് 450 പ്രവാചകന്മാരെ കൊല്ലുന്നതായിട്ട് നാം കാണുന്നു. 41-ാമത്തെ വാക്യം, പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് പോയി. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് മുഖം തന്റെ കാൽമുട്ടുകൾക്കിടയിൽ വെച്ചു. അവൻ ദാസനോട്, നീ ചെന്ന് കടലിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിന് അവൻ വീണ്ടും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യം
അവനിതാ കടലിൽ നിന്നൊരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് ആഹാബിനോട്, മഴ നിനക്ക് തടസ്സമാകാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങി പോയിക്കൊള്ളുക എന്ന് അറിയിക്കുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. ആഹാബ് രഥത്തിൽ കയറി ഇസ്രായേലിലേക്ക് പോയി. അപ്പോൾ ഒരു മഴയ്ക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ച്, വർഷങ്ങളായി മഴയില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രാർത്ഥന ദൈവം കേട്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന മറ്റൊരു വലിയ അത്ഭുതവും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇത് നാം ഇതിനെക്കുറിച്ച് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവചനം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അങ്ങനെ മഴ പെയ്യരുത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷക്കാലം മഴ പെയ്യാതെ വീണ്ടും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യുന്ന സാഹചര്യമൊക്കെയുമാണ് നാം ഇവിടെ വായിക്കുന്നത്. അങ്ങനെ മഹാത്ഭുതങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഏലിയാവിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ചില മണിക്കൂറുകൾക്കകം ഇസബൽ വെല്ലുവിളിക്കുമ്പോൾ ഇസബല് 24 മണിക്കൂറിനകം അവളുടെ പ്രവാചകന്മാരെ കൊന്ന ഏലിയാവിനെ വെല്ലുവിളിക്കുന്നതായിട്ട് നാം കാണുകയാണ്. 19-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ആദ്യ വാക്യങ്ങൾ നാം വായിക്കുന്നു, ഏലിയാവ് ചെയ്തതൊക്കെയും സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബലിനോട് പറഞ്ഞു. ഇസബൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ സമയത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുവന്റെ ജീവനെ പോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ എന്നോട് അതും അതിലധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു. അപ്പോൾ ഇസബൽ ഈ വാർത്ത കേട്ട് അവളുടെ പ്രവാചകന്മാരെ കൊന്ന വിവരം അറിഞ്ഞ് ഏലിയാവിനെ കൊല്ലുമെന്ന് വധഭീഷണി മുഴക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഏലിയാവ്, നാം അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, അവൻ അപ്പോൾ ഭയപ്പെട്ടു, എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയിലെ ബെർശവയിലെത്തി അവിടെ തൻ്റെ ദാസനെ വിട്ട് പിരിഞ്ഞു. ഈ വാർത്ത കേട്ടപ്പോൾ ഈ മഹാത്ഭുതങ്ങൾ ചെയ്ത ഏലിയാവ് ഭയപ്പെട്ട് അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്നതായിട്ടും ഒരു ഗുഹയിൽ പോയി രാപാർക്കുന്നതായിട്ടുമാണ് നാം അവിടെ കാണുന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെയും ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരം പേടിപ്പിക്കുന്ന ശബ്ദം പല ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നാം ഭയപ്പെട്ടു പോകുന്നത്? ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ശബ്ദത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ശബ്ദം മാത്രം കേട്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയണം. ഭയപ്പെടുത്തുന്ന വധഭീഷണിയുടെയാകുന്ന ശബ്ദം പോലും പലപ്പോഴും ചുറ്റുപാടുകളിൽ നിന്ന് കേൾക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നയിച്ച, നടത്തിയ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ ഏലിയാവിനെ സംബന്ധിച്ചോളം അത് കഴിയാതെ പോയത്, ഈ രാജ്ഞി, അവൾ രാജ്യത്തിൻ്റെ രാജ്ഞിയാണ്. അവളിത് പറയുമ്പോൾ നാം വായിക്കുകയാണ്, അപ്പോൾ അവൻ ഭയപ്പെട്ടു. ആ ഭയമാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അവന് കുറവ് സംഭവിച്ചത്. ആത്മീയ ജീവിതത്തിൽ നമ്മെ ഇപ്രകാരം തകർക്കുവാൻ പിശാച് പലതരങ്ങളിലും അവൻ്റെ ആയുധം ഭയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. എന്നാൽ ദൈവമാണ് എന്നെ വിളിച്ചതും, ദൈവത്തിൻ്റെ ശബ്ദമാണ് ഞാൻ കേട്ടതും, ദൈവമാണ് എന്നോട് അരുളി ചെയ്യുന്നതും എന്നുള്ള ഒരു ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മറ്റ് ശബ്ദം എത്ര ഭീഷണിപ്പെടുത്തുന്നതായിരുന്നാലും ആ ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കാതെ ദൈവശബ്ദത്തിന് കാതോർത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയണം. ഇവിടെ മഹാത്ഭുതങ്ങൾ ചെയ്ത ഏലിയാവ് ഭയപ്പെട്ടു എന്ന് നാം അവിടെ കാണുകയാണ്. നാം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോശുവയെ ദൈവം വിളിച്ച് മോശയുടെ പിൻഗാമിയാക്കി അഭിഷേകം ചെയ്ത് ജനതയെ നയിപ്പാൻ തക്കവണ്ണം ആക്കുമ്പോൾ അവനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനം, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഞാൻ അവർക്ക് നൽകുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. വീണ്ടും 9-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടി ഉള്ളതുകൊണ്ട്
ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ദൈവം വിളിച്ചു എന്ന് കരുതി ഉണ്ടാകാത്ത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. നമ്മളെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എപ്പോഴും ദൈവമാണ് നമ്മെ വിളിച്ചെങ്കിൽ പോലും ഉണ്ടാകും. പക്ഷെ ദൈവം യോശുവോട് പറയുകയാണ്, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ. അപ്പോൾ ദൈവം നമ്മെ വിളിച്ച് നമ്മെ വഴി നടത്തുമ്പോൾ ഇപ്രകാരമുള്ള ശബ്ദങ്ങൾ നമ്മെ ഭയപ്പെടുത്തുവാൻ, നിരാശപ്പെടുത്തുവാനൊക്കെയും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. എന്നാൽ ആരാണ് നമ്മെ വിളിച്ചതെന്നും ആ ശബ്ദത്തെ കേട്ടുകൊണ്ടാണ് നാം മുമ്പോട്ട് പോകുന്നതെന്നും ഒരു ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാകണം. പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകാതെ വരുമ്പോഴാണ് നമ്മളിൽ നമ്മുടേതാകുന്ന കഴിവ് അതിലേക്ക് നാം തിരിഞ്ഞു നോക്കി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ വഴി നടത്തിയ ദൈവത്തിൻ്റെ മുഖത്തു നിന്ന് നമ്മുടെ കണ്ണുകൾ മാറിപ്പോകുന്നത്. ആ ഭയം നമ്മളിൽ കടന്നു വരുമ്പോൾ പിശാചിന് പ്രവർത്തിക്കുവാനുള്ള ഒരു വാതിൽ നാം അവന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് യോശുവയോട് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ദൈവം കൃപകൾ നൽകുന്നുണ്ട്, കൃപാവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇത് മനുഷ്യനിൽ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. മനുഷ്യന് ഉള്ള ചോയ്സ് ദൈവം എപ്പോഴും നൽകുന്നുണ്ട്. ആ ചോയ്സ് മനുഷ്യനിൽ ദൈവത്തിന് ഫോഴ്സ്ഫുള്ളി ഒരു മനുഷ്യന് ഒരു കാര്യവും ചെയ്യുവാൻ കഴിയുകയില്ല. ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ വരുമ്പോൾ നാം അവിടെ പുറകോട്ട് പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷെ നാം ദൈവത്തിനു വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാകാം. ചില സംഭവങ്ങൾ പരിഹസിക്കുന്ന, വിമർശിക്കുന്ന, വ്യാജമായി നമ്മെ പറഞ്ഞ് വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെയും നിർത്തിവെച്ച് ഏലിയാവ് ഗുഹയിൽ കാത്തിരിക്കുന്നത് പോലെ ഒരവസ്ഥയിലാണോ എന്ന് ഞാൻ നിങ്ങളൊന്ന് ശാന്തമായിട്ട് പരിശോധിക്കുക. ദൈവം വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ഏത് പ്രതിസന്ധിയുടെ നടുവിൽ അവയെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം കഴിയണമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പ് നാം വായിക്കുന്നുണ്ട്, ഏലിയാവ് ബെർശേബയിലേക്ക് പോയി ദാസനെ വിട്ടു. വീണ്ടും 19-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, എന്നാൽ അവൻ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ച്, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മരിക്കാൻ പോലും സന്നദ്ധനായി അവനിരിക്കുകയാണ്. മറ്റാരുടെയും കരങ്ങളാൽ മരിക്കരുത്, എൻ്റെ ജീവനെ അങ്ങ് തന്നെ അങ്ങ് എടുത്തേക്കണമേ എന്ന് പറയുന്ന ഒരു നിരാശയുടേതാകുന്ന സാഹചര്യം ഏലിയാവിൻ്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് താഴെ തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 5-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ സ്പർശിച്ച് എഴുന്നേൽക്കുക, ഭക്ഷിക്കുക എന്നവനോട് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരപ്പവും ഒരു തുരുത്തി വെള്ളവും തലക്കിൽ ഇരിക്കുന്നത് കണ്ടു. അവൻ ഭക്ഷിച്ചു പാനം ചെയ്ത ശേഷം പിന്നെയും കിടന്നുറങ്ങി. അപ്പോൾ ദിവസങ്ങളായി ഒരുപക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് ഏറെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതനോടെ അവന് പ്രത്യക്ഷനാവുകയാണ്. എന്നിട്ട് അവൻ്റെ ശാരീര ക്ലേശത മാറ്റുവാൻ തക്കമുള്ള കാര്യം ദൈവം അവന് വേണ്ടി അവിടെ ഒരുക്കുക. അവൻ വീണ്ടും കിടന്നുറങ്ങി. വീണ്ടും നാം വായിക്കുന്ന 7-ാം വാക്യം, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ സ്പർശിച്ചു. എഴുന്നേറ്റ് ഭക്ഷിക്കുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ഭക്ഷിച്ച് പാനം ചെയ്തു. ആ ആഹാരത്തിന്റെ ശക്തി കൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് 40 പകലും 40 രാവും നടന്നു. വീണ്ടും അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ ഭക്ഷിച്ചു. അവൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് യാത്ര ചെയ്യാണ്ട് ഈ കർമ്മേലിൽ നിന്ന് 200 മൈൽ ദൂരെ അവൻ കടന്നു പോവുകയാണ്. 40 ദിനരാത്രങ്ങൾ അവൻ നടന്ന് ഹോരേബ് പർവ്വതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹോരേബിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ദൈവം തന്നെ തൻ്റെ ദാസനായ മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകൾ ഈ ഹോരേബ് പർവ്വതത്തിലാണ് നൽകുന്നത്. അപ്പോൾ അതിവിശുദ്ധമാകുന്ന ഒരു സ്ഥലമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പർവ്വതം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പർവ്വതത്തിലേക്കാണ് അവൻ കടന്നു പോകുന്നത്. മാത്രമല്ല, അന്ന് മോശ 40 ദിവസം ഉപവസിച്ച് 2 പ്രാവശ്യം ഉപവസിച്ച് ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ സ്വീകരിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഇവിടെ ഏലിയാവ് 40 ദിനരാത്രങ്ങൾ
ഉപവസിക്കുന്നതായിട്ട്, ഭക്ഷണം കഴിച്ച് അവൻ കടന്നുപോയി, പിന്നെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് നാം വായിക്കുന്നില്ല. 40 ദിനരാത്രങ്ങൾ അവൻ അവിടെ ഉപവസിച്ച് ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം അവിടെ ആയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ 9-ാം വാക്യം, അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, ഏലിയാവേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദം അവൻ കേൾക്കുകയാണ്. 40 ദിനരാത്രങ്ങൾ അവൻ ഉപവസിച്ച് അവനായിരിക്കുമ്പോൾ ദൈവശബ്ദം അവൻ കേൾക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതിനവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ തീക്ഷ്ണത കാണിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ ഉടമ്പടി ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങൾ തകർക്കുകയും നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊല്ലുകയും ചെയ്തിരിക്കുന്നു. ഞാൻ ഒരുവൻ മാത്രം അവശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സന്ദർഭത്തിൽ ഏലിയാവ് ഏകനായിട്ട് നിന്നാണ് വെല്ലുവിളിക്കുന്നത്. ഏലിയാവ് പറയാണ്, ഞാൻ ഒരുവൻ മാത്രമേ ശേഷിച്ചുള്ളൂ, നിന്റെ പ്രവാചകന്മാരെയൊക്കെയും അവൻ കൊന്നിരിക്കുന്നു, നിന്നെ ആരാധിക്കുന്ന ഒരുവൻ പോലും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത അവനിൽ കടന്നു വരികയാണ്. ഇത് അവന് ഭയം, ഇസബേലിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ ഭയപ്പെടുവാൻ തക്കവണ്ണമുള്ള മുഖാന്തരമായി തീരുകയാണ്. അവനോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ട് എന്ന് അവന് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. താഴേക്ക് നാം വരുമ്പോൾ ദൈവം തന്നെ പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ബാലിന് മുമ്പിൽ മുട്ടുമടക്കാത്തവരും അവനെ അധരങ്ങൾ കൊണ്ട് ചുംബനം ചെയ്യാത്തവരുമായ 7000 പേർ ഞാൻ ഇസ്രയേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഏലിയാവ് നോക്കുമ്പോൾ അവൻ ഏകനാണ്. ഈ ദൈവത്തെ അന്വേഷിക്കാത്തവരും മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരുമായിട്ടുള്ളവരാണ് എല്ലാവരും ഇസ്രായേൽ എന്നവൻ ചിന്തിക്കുക. അവൻ ഏകനാണ് എന്നുള്ള ചിന്ത അവനിലേക്ക് കടന്നു വരികയാണ്. കഥാപ്രിയ സഹോദരങ്ങളെ, ചുറ്റുപാടുകളിലും അനിഷ്ട സംഭവങ്ങളും ദൈവഭയമില്ലാത്ത പ്രവൃത്തികളും കാണുമ്പോൾ നമ്മളിലേക്കും അധരങ്ങളിൽ നിന്ന് അറിയാതെ പുറപ്പെടുകയാണ്, ദൈവഭയം എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ആരുമില്ല എന്നുള്ള ചിന്ത ഒരുപക്ഷെ നമ്മളിൽ ഉണ്ടാകുന്നുവെങ്കിൽ നാം മനസ്സിലാക്കുക, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് വർഷത്തെ നിറഞ്ഞ സാഹചര്യത്തിലും ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ ഒരു സമൂഹത്തെ എപ്പോഴും ദൈവം വേർതിരിച്ചിരിക്കും. ഇവിടെ നാം അപ്രകാരം 7000 പേരെ, ബാലിന്റെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ അവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നാം ഏകരല്ല എന്നുള്ള ചിന്ത ഇപ്പോഴും നമുക്കുണ്ടാകണം. മാത്രമല്ല, ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് മനുഷ്യരെ അല്ല നോക്കേണ്ടത്. ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ നാം ഏകനാകുകയില്ല. നമുക്ക് ശക്തനാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ ഒരു ചിന്തയാകാം ഒരു പക്ഷേ ഏലിയാവിന് അവിടുന്ന് ഭയപ്പെട്ട് കടന്നു പോകാൻ തക്കവണ്ണം കഴിയുന്നത്. മാത്രമല്ല, നാം മനസ്സിലാക്കുക, തിരുവചനത്തിൽ 40 ദിവസങ്ങൾ ഉപവസിച്ച 3 വ്യക്തികളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന് മോശ, 2 പ്രാവശ്യം ദൈവവചനം 10 കൽപ്പന ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഉപവസിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇവിടെ ഏലിയാവ് അതേ പർവ്വതത്തിൽ ഹോരേബിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് കടന്നു വരുന്നതായിട്ട് നാം കാണുകയാണ്. നമ്മുടെ കർത്താവ് നാം കാണുന്നുണ്ട്, അവിടെ ടെംപ്റ്റേഷൻ മൗണ്ടിൽ, മറ്റൊരു മലയിൽ അവൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനായി ആ മലയിൽ കടന്നുപോയി 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുന്നതായിട്ടും ആ വലിയ ദൗത്യം ഏറ്റെടുക്കുന്നതായിട്ടും പിതാവുമായിട്ട് ആ സമയം ചെലവഴിക്കുന്ന സാഹചര്യങ്ങളും നമുക്ക് കാണുകയാണ്. ഹോരേബിൽ വെച്ച് മുഖാമുഖം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച 2 പ്രവാചകന്മാരെ പോലെ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം യേശുവിനും തന്റെ പരസ്യ പ്രവർത്തനത്തിന് മുമ്പ് അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഈ 3 പേരുടെ പ്രത്യേകിച്ച് നാം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 30-ാമത്തെ തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു, അവർ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖം മാറി, അവന്റെ അങ്കി വെണ്മയും തിളക്കവും ഉള്ളതായി തീർന്നു. 2 പുരുഷന്മാർ അവരോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അപ്പോൾ ദൈവത്തെ കണ്ട അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച 2 പ്രവാചക ശ്രേഷ്ഠന്മാർ മോശയും ഏലിയാവും ഇവിടെ നാം താബോർ മലയിൽ വെച്ച് പ്രത്യക്ഷപ്പെടുന്നതായിട്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആ 2 പുരുഷന്മാരുടെ സാന്നിധ്യം അനുഭവിക്കുന്നതായിട്ട് നാം കാണുകയാണ്. മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവർ യെരുശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. 3 പേരെ നാം തിരുവനന്തപുരത്തിൽ കാണുമ്പോൾ ഈ 2 പേരും കർത്താവിൻ്റെ ആ മറുരൂപ മലയിൽ വെച്ച്, താബോർ മലയിൽ വെച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് തേജസ്സേറിയ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നതായിട്ട് നാം കാണുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഇപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണമുള്ള ആ വലിയ ആഗ്രഹം
പ്രാർത്ഥനയും ഉപവാസവും ഒക്കെയുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ തൊക്കെ നമുക്ക് കഴിയുന്നത്. ഇവിടെ നാം വായിക്കുകയാണ്, ദൈവം അവനോട് പറയുന്നു, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ പിളർന്ന് പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിന് ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി, ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീ ഉണ്ടായി, തീയിലും യഹോവയില്ലായിരുന്നു. തീക്ക് ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. അപ്പോൾ ഏലിയാവിനോട് ദൈവം ചോദിക്കുകയാണ് വീണ്ടും, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവൻ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിനു വേണ്ടി ഞാൻ തീക്ഷ്ണത കാണിച്ചിരിക്കുന്നു, എന്നാൽ ഇന്നെൻ്റെ ജീവഹാനി വരുത്തുവാൻ അവർ നോക്കുന്നു. അപ്പോൾ 3 ദൗത്യങ്ങൾ ഏലിയാവിന് ദൈവം നൽകിയാണ്. 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനും തൻ്റെ പിൻഗാമിയായി ഏലിശായെ അഭിഷേകം ചെയ്യുവാൻ തക്കമുള്ള ദൗത്യമാണ് ഏലിയ പ്രവാചകന് ദൈവം അവിടെ നൽകുന്നത്. ഒന്ന് നാം വായിക്കുകയാണ്, അവിടെ ആരാമ് അല്ലെങ്കിൽ സിറിയൻ രാജ്യത്തിൻ്റെ രാജാവായി ഒരുവനെയും ഇസ്രയേൽ രാജാവിൻ്റെ രാജാവായി മറ്റൊരാളെയും അഭിഷേകം ചെയ്യാൻ തക്കോണം പറയുകയാണ്. കർത്താവിന്റെ സഹോദരങ്ങളെ, പലപ്പോഴും വലിയ കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടി ചെയ്ത് ഇത് മതി എന്ന് കരുതിയാണ് നാം ഇന്ന് ദൈവത്തിൻ്റെ വേലയിൽ നിന്ന് പിന്മാറി ആ പ്രവർത്തിക്കാനുള്ള തീഷ്ണത നഷ്ടപ്പെട്ടവരായിട്ടായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് കൂടുതൽ നമ്മിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. ആ ഗുഹയിൽ നിന്ന് പുറത്തു കടന്നു വരിക, നമ്മെ വിളിച്ച വിളിയിൽ വിശ്വസ്തനായിട്ട് അന്ത്യത്തോളം കർത്താവിന് വേണ്ടി അവൻ്റെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഏലിയ പ്രവാചകനെ പോലെ അല്ലെങ്കിൽ പോലും ചെറിയ കാര്യങ്ങളിലും ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.